കേൾക്കാൻ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർ ഇതാ വീണ്ടും വരവായി. വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ഐടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ് ആൻഡ് ഈസ്റ്റേൺ. ഹെൽത്ത് പാർട്ട്ണർ ലയൺ കാശ്മീർ ഹണി. സംഗീത പ്രേമികൾ കാതോർത്ത് കൺതുറന്ന് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. എം ജി സർ വെൽക്കം. എം ജി സർ വെൽക്കം. സിതാര ചേച്ചി വെൽക്കം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് സീമ മാം വെൽക്കം. കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകുടുംബത്തിൽ വാത്സല്യ പുഞ്ചിരിയുടെ പൊട്ടുതൊട്ട നമ്മുടെ സ്വന്തം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ് വെൽക്കം. The Beauty Soap Top Singer powered by Itex Dazzler Luminous Liquid Makeup and Eastern. Health Partner Lion Kashmir Honey. അടുത്തതായിട്ട് ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത് ഒത്തിരി സ്നേഹത്തോടെ സ്നേഹ. സ്നേഹ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ഇന്ന്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പെർഫോമൻസ് റൗണ്ടിൽ ഞാനിന്ന് പാടാൻ പോകുന്നത് മീശ മാധവൻ എന്ന സിനിമയിലെ റിമി ടോമി ചേച്ചി അടിപൊളിയായിട്ട് പാടിയ ചിങ്ങമാസം എന്ന പാട്ടാണ്. ഗ്രൂമിങ്ങിൽ സാറുമാർ പറഞ്ഞു പെർഫോമൻസ് റൗണ്ടിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ പാട്ട് പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ഈ റൗണ്ടിൽ എൻ്റെ ഡാൻസും കൂടിയുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. പിന്നെന്താണ്? നെഞ്ചിലൂലും വെണ്ണിലാവും ശ്രുതിയൊക്കെ കേട്ട് കേട്ടാ, ശ്രുതിയൊക്കെ കേട്ട് അടിച്ചോളി. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ പഞ്ചു കൊടുക്കണം. ചിങ്ങമാസോ വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. മേക്കപ്പ് അളുങ്കുകൊണ്ട് മാനത്ത് കോട്ട കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. ആഹാ മിന്നൽ മിഴിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. പാറകൾ ചിന്നതം വനത്തെ മുറ്റമാകെ ഓ കാവേരി തെന്നലാം പൂവണം പൊങ്ങണം മാറത്തെ കൂട്ടിനാകെ. ഇനി നമുക്കൊന്ന് ചൊന്നു പറ കുഞ്ഞു കൊമ്പിലിരുന്നൊന്ന് ചൊന്നു പറക്കാം. ചിങ്ങമാസോ വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും.
പാടണം വായാര പൊന്നിലാവേ. ഹോയ് ഹോയ് ആറ്റോരം വീട്ടിലെ പേര് പോൽ തുള്ളണം അമ്മാന കുഞ്ഞുവാവേ. ഇനി പിച്ചാച്ചു മലയോ ചോച്ചു പച്ച 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 കിളിയായി നമുക്കൊന്നിച്ചൊന്ന് മരക്കുഞ്ഞു കൊമ്പിലിരുന്നൊന്നിച്ചൊന്ന് പറക്കാം. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. മേഘപ്പളുമ്പ് കൊണ്ട് വാനത്ത് കോട്ട കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. ആഹാ മിന്നൽ മിഴിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും. സ്നേഹക്കുട്ടി, സ്നേഹയോട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ സ്നേഹം. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്താ? നിന്നെ ഞാൻ എൻ സ്വന്തമാക്കും. നിന്നെ ഞാൻ എൻ സ്വന്തമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചിങ്ങമാസം വരെ കാത്തിരിക്കണ്ടേ? വേണം. സ്നേഹ, ആ, ഇത്ര സൂപ്പറായിട്ട് പാടിയിട്ട് എന്താണ് ഇങ്ങനെ ഒരു മൂടിയായിട്ട് നിൽക്കണേ? ഒന്നുമില്ല. എന്തോ ഒരു സങ്കടം പോലെ ഉണ്ടോ? സങ്കടം ഉണ്ടോ? ഇല്ല. ഇവിടെ ചിങ്ങമാസമുണ്ട്, ചിങ്ങമാസം വന്ന് അപ്പൊ വെണ്ണിലാവുണ്ടെന്ന് പാട്ടി പറഞ്ഞു. അപ്പൊ മിന്നൽ കൊണ്ട് മാനത്ത് ഒരു കോട്ട കെട്ടും എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് കോട്ട കെട്ടണേ? ഇടിവെട്ട് കൊള്ളാണ്ടിരിക്കാൻ. അതൊരു ഇടിവെട്ട് ഉത്തരമാണ്. സൂപ്പർ, ഇടിവെട്ട്. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് ആ സിനിമയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊത്തം ഒരു നല്ല ജോഷ് ഉണ്ട്. ജോഷ് എന്ന് പറയില്ലേ, ആ ജോഷ് വരുന്നെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ എനിക്കൊന്ന് സ്നേഹം കുറച്ചൊന്ന് സബ്ഡ്യൂഡായിപ്പോയി. എനിക്കൊന്ന് കൂടുതൽ അങ്ങനെ തോന്നിയില്ലേ? അത് വേണമെന്ന് വെച്ചാൽ കാരണം പാട്ടിൽ ശ്രദ്ധിച്ചോണ്ടാണ്. പാട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അയ്യോ ആ നോട്ട് പോലെ ഈ നോട്ട് പോരുത്, ഇവിടെ അങ്ങനെ പോയാൽ ഇങ്ങനെ പറയും, അതിപ്പോൾ ശ്രീമാർ അങ്കിൾ എന്ത് വിചാരിക്കും, ഇവിടെ അങ്ങനെ പോയാൽ MJ അങ്കിൾ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാടുന്നത്. അതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവരെ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ നമ്മളെ മറക്കണം. അതാണ് സ്വയം മറന്ന് പാടുക എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? സ്വയം നമ്മളെ തന്നെ മറക്കണം. ബാക്കി ഓഡിയൻസ് എല്ലാം അവർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ പാടുന്നത്. പക്ഷെ നമ്മളെല്ലാം മറന്ന് നമ്മൾ അതിനകത്ത് തന്നെ നമ്മൾ പാട്ടായിട്ട് മാറുന്ന അവസ്ഥ വരണം. അപ്പോഴാണ് സൂപ്പറായിട്ട് പാടാൻ പറ്റും. ഇപ്പൊ സൂപ്പറായില്ല എന്നല്ല, ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വന്നു. നമ്മുടെ ശരിക്കും ടിപ്പിക്കൽ ഡപ്പാങ്കൂത്ത് ഋതം എന്ന് പറയും. ഈ ഋതം നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ലോകത്തെ എവിടത്തെ ജനങ്ങളെ എടുത്താലും അവർ ഈ 6/8-ലുള്ള ഈ ഋതം കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ഡാൻസ് ചെയ്യുന്നു. അതാണ് ഈ ഋതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ ജസ്റ്റ് പല്ലവി ആ ഋതത്തിന്റെ കൂടെ അതനുസരിച്ച് തന്നെ പാടൂ. കേക്കട്ടെ, ഈ ഋതം ഒന്ന് കൊടുക്കാമോ? സി, അത് മെലഡി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ സ്ലോ ആയി പോവും. ശരി, പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 100 കിലോമീറ്റർ സ്പീഡിലാണ്, സ്നേഹ പോയിക്കൊണ്ടിരിക്കുന്നത് 60 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പോൾ പാട്ടിങ്ങനെയും സ്നേഹം ഇങ്ങനെയും പോകാൻ പറ്റും. ഇവിടെ എത്തണം. ഒന്നുകൂടെ. ചിങ്ങമാസം ചിങ്ങമാസം പഠിക്കോ? ഇങ്ങനെ പാടണം. ഇങ്ങനെ പാടുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച രീതിയിൽ അതിന് നമ്മൾ മ്യൂസിക്കൽ ടേംസിൽ പറയുന്നത് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യം ആ ബീറ്റുകളിൽ തന്നെ ആ അക്ഷരങ്ങൾ വന്ന് ഇരിക്കണം, അവിടെ ഇരിക്കണം. ദ ലെറ്റേഴ്സ് ഷുഡ് ഗെറ്റ് സീറ്റഡ് ഓൺ ദ റിതം. അതിനാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വാണ്ടൈസേഷൻ വരണം. പറഞ്ഞ് മനസ്സിലായോ? അത് അറ്റംപ്റ്റ് ചെയ്യണം ഇങ്ങനത്തെ പാട്ട് ഇനി പാടുമ്പോൾ. കേട്ടോ? ഓക്കെ സ്നേഹ, ഒരുപാട് സ്നേഹം. സ്നേഹക്കുട്ടി, നല്ലതായിരുന്നു പെർഫോമൻസ്. സ്നേഹ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ജോഷായിട്ട് പാടുന്നു വിചാരിച്ചില്ല. സാധാരണ ഇങ്ങനെ ഭയങ്കര പമ്മി പൂച്ചക്കുട്ടറമാരി മുയൽക്കുട്ടറമാരി ഇവിടെ വന്ന് നിൽക്കുന്ന കുട്ടിയല്ലേ. ഇപ്പം പക്ഷെ ഇതിന്റെ പാർട്ടായിട്ട് ഡാൻസ് കളിക്കാനും ഒക്കെ നോക്കി.
ഈ പറഞ്ഞ മാതിരി സ്നേഹയുടെ ഒരു ബേസിക് നേച്ചർ കുറച്ച് മെലഡിയൊക്കെ പാടാനുള്ളതായതുകൊണ്ടായിരിക്കും അറിയാണ്ട് ഇങ്ങനെ ആ വിശദമാക്കി പോവും സംഗതിയൊക്കെ വരുന്ന സമയത്ത്. അപ്പോഴാണ് അങ്കിൾ പറഞ്ഞ മാതിരി ഈ പ്രശ്നം പറ്റണേ. ഇത് നല്ല ജിൽ ജിൽ നിരുന്നാലേ കേൾക്കാൻ രസമുള്ളൂ, നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നണ്ടേ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് സുന്ദരിമണിയായി. അപ്പൊ ഇനി ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ മെലഡി സോങ്സ് പാടണം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ പാട്ടുകൾ ഇതിന് വേണ്ട രീതിയിൽ പാടുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങനെ ശ്രദ്ധിക്കില്ലേ ഇനി? സിത്തു സാറിന് ഇത്തരത്തിലുള്ള ഒരുപാട് തമിഴ് പാട്ടുകളൊക്കെ പാടാറുണ്ടല്ലോ. ആ സാർ, ഏതെങ്കിലും ഒരു പല്ലവി ഒന്ന് സ്നേഹയ്ക്ക് പാടിക്കാൻ ട്രൈ ചെയ്ത് നോക്കാട്ടെ. 1 2 1 2 3 4. சிரிச்சு புட்டா நெஞ்சில ஆணி ആടി ஹே வெங்கலக்கு நீ போல மின்னும் மந்திரமே நீ നാനേ நான் வெக்கத்துக்கு பக்கத்துல போகாதவன், ஒரு நூலு இல்ல சேல கட்டாளானவன். அட நீ வந்த காலி அமாங்க അമംഗ ஆமாங்க അമംഗ ஆமாங்க ஆமாங்க. അടിപൊളി അടിപൊളി. എടാ ഇപ്പൊ കണ്ട നമുക്ക് ആ ജോഷ് കിട്ടി, കണ്ട ആ ജോഷ് ആണ് കിട്ടുന്നത്. ബാക്കി സിത്തു ചേച്ചി എന്നെ പറഞ്ഞു. ഒന്നുമില്ല കണ്ണാ, ഇതിങ്ങനെ ഒറിജിനൽ സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം വരണ്ടേ, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഇനി സ്നേഹിക്ക് ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ കേട്ടിട്ട് എല്ലാത്തരം പാട്ടും കേൾക്കണം. മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ഓഫ് കോഴ്സ് കേൾക്കുന്നത് നമ്മുടെ മ്യൂസിക്കാലിറ്റീനെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. നല്ല പാട്ടുകൾ പഠിക്കണം, പക്ഷെ അതിന് കൂടെ ഫാസ്റ്റ് സോങ്സും ഇങ്ങനത്തെ അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കണം. ഒരു നാളെ ഇപ്പം സ്നേഹ ഒരു സിനിമയിലൊക്കെ പാടാൻ പോവാ വിചാരിക്കും, നിറയെ സിനിമകളൊക്കെ പാടുമ്പോൾ എന്ത് തരം പാട്ടാ സ്നേഹയുടെ അടുത്ത് കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ധൈര്യമായിട്ട് എന്ത് പാട്ട് കൊടുത്താലും പാടണം, മിടുക്കി കുട്ടിയാവണ്ടേ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. സിത്തു, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. വേറൊന്നുമല്ല, ഇനി എനിക്ക് വേണ്ടി പാടുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ നന്നായിട്ട് പാടി തരട്ടെ. പണി പാലും വെള്ളത്തിൽ കിട്ടി. സ്ഥിരമാണ്, ഞാൻ അതിനെവിടെ ഇരിക്കണേ. വീണ്ടും ചന്തുവിന്റെ ജീവിതം ബാക്കി. സ്നേഹക്കുട്ടി, നന്നായിരുന്നു മോളെ. നാളെ നീ ഇതുപോലെ സിത്താരനെ പോലെ നല്ല പാട്ട് പാടി നന്നായി വരണം. ഓക്കെ ഓക്കെ മോനെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സ്നേഹക്കുട്ടി, ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹക്കുട്ടി ഡാൻസ് ചെയ്യുന്നത് കാണുന്നത്. നന്നായിരുന്നു കേട്ടോ മോളെ, കാരണം ഒട്ടും മടിയില്ലാതെ ചെയ്തു. അതിന് ഞാനൊരു വലിയ കൈ. താങ്ക് യു സാർ. പാട്ടി പറഞ്ഞ പോലെ ഞാൻ പാടുന്നതിന് മുമ്പ് ഞാൻ സൊല്ലല്ലേ, ഞാൻ എന്തു പറഞ്ഞു? താളത്തില് ഗ്രിപ്പോടുകൂടി പാടണമെന്ന് ഞാൻ റിഹേഴ്സൽ എടുത്തോണ്ട് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇപ്പൊ ജയചന്ദ്രൻ സാർ പറഞ്ഞു. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. പിന്നെന്താണ്? നെഞ്ചിലൂലും വെണ്ണിലാവും നെഞ്ചിലൂന് ശ്രുതിയൊക്കെ കേട്ട് കേട്ടാ, ശ്രുതിയൊക്കെ കേട്ട് അടിച്ചോളി. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ പഞ്ചു കൊടുക്കണം. എപ്പോഴും നമ്മൾ താളത്തിൽ ഇങ്ങനെ തക്കിട്ട 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 അതിലിങ്ങനെ മനസ്സിലിട്ട് കഴിഞ്ഞാൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്നെ ഞാൻ സ്വന്തമാക്കും. ആ ഓരോ പോയിന്റിലും ഓരോ പ്രഷർ പഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പാടാൻ, കേൾക്കാനും പാടാനും എല്ലാം മോള് പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് കയ്യിൽ വീഴും, അടിച്ച് പൊളിച്ച് പാടാൻ സാധിക്കും. അപ്പോൾ പാടിയില്ല എന്നല്ല പറയുന്നത്, നല്ല മനോഹരമായിട്ട് പാടി, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഒരുപാട് ഈ മെലഡി ഇതിനകത്ത് കയറ്റാൻ പോയപ്പോഴത്തേക്കാണ് ഈ പ്രശ്നം പറ്റുന്നത്. ഒരു കച്ചേരി പോലെ വേണമെങ്കിൽ ആക്കായിരുന്നു അല്ലേ? ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നല്ല, കൊള്ളത്തില്ല. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ആ പഞ്ച് വേണം കേട്ടോ മോളെ.
ഇനി പാടും മോക്ക് മനസ്സിലായി. ഇപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞ് ഇനി കൺഫ്യൂഷൻ ഒക്കെ ആയിരുന്നാൽ മതി. ഇപ്പൊ എല്ലാം മനസ്സിലായി, എല്ലാം തൃപ്തിയായി. ഞങ്ങൾക്കെല്ലാം പാട്ടും ഡാൻസേഴ്സും നന്നായിട്ട് ചെയ്തു. കോറസ് സപ്പോർട്ട് ചെയ്തു. കോറസ് ഇല്ലായിരുന്നോ? അപ്പൊ അവര് സപ്പോർട്ട് ചെയ്തു. ബാക്കി എല്ലാം കൊണ്ടും ശുഭം, നന്നായിരുന്നു. താങ്ക് യു സർ. അപ്പോ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഗ്രേഡ് എന്ന് പറയുന്നത് B+ ആണ്. Congratulations, Sneha is awarded B+. താങ്ക് യു സർ. ഇനി കൂടുതൽ സ്നേഹം നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ കൂടുതൽ നന്നായിട്ട് ഇവിടെ ഒന്ന് പാടിക്കോണം കേട്ടോ. ആ പ്രോമിസ്. നമുക്ക് അടുത്ത പെർഫോമൻസിനായിട്ട് വെൽക്കം ചെയ്യാം ആവണി. അവളി എന്തോ. എന്തുകൊണ്ട് സുന്ദരിയായിരിക്കുന്നല്ലോ. താങ്ക് യു. എന്താണ് ഇന്നത്തെ ടിപ്പ് നമുക്ക് ഈ മുഖം വെളുപ്പിക്കാനുള്ള സംഭവത്തിന്റെ? അന്ന് എന്റെ അടുത്ത് എന്തോ പറഞ്ഞായിരുന്നല്ലോ, എന്തോ ഒരു അതെ അതെ, മുഖത്ത് എന്തോ അപ്ലൈ ചെയ്യണമെന്ന്. മാവോ അരിമാവോ എന്തോ ഇടുവന്ന്. ഇപ്പൊ പുതിയതായിട്ട് കടലമാവല്ലേ? കടലമാവോ? അന്ന് പറഞ്ഞ ദോശമാവെന്നല്ലായിരുന്നോ? ഇപ്പൊ കടലമാവാണോ? എനിക്കറിയില്ല. അന്ന് ദോശമാവെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു അതൊട്ട് പുട്ടുപൊടി വരെ എത്തിയിട്ടുണ്ട്. അതായത് വെളുത്ത എന്ത് സാധനവും പൊടിയായിട്ടുണ്ട് അത് വരുത്തേക്കും. ഇല്ല, ഞാൻ തേക്കാറൊന്നുമില്ല. പിന്നെ അമ്മയാണോ തേക്കാറ്? അമ്മയും തേക്കാറില്ല. അമ്മയും തേക്കാറില്ല. പിന്നെ വീടിനടുത്ത വീട്ടിലെ ആൾക്കാരാണോ അതോ? ആരും തേക്കാറില്ല. അങ്കിൾ തേക്കാറുണ്ടോ? ഞാൻ തേക്കാറുണ്ട്. ഞാൻ തേക്കുന്ന പുട്ടുപൊടിയാണ്. പുട്ടുപൊടിക്ക് ഞാൻ പറഞ്ഞു തരണോ എന്തൊക്കെയാണെന്ന്? ആ മോളെ, പുട്ടുപൊടി എടുക്കണം. പുട്ടുപൊടി എടുത്ത് നന്നായിട്ട് അരിക്കണം. അരിച്ചരിച്ചരിച്ചരിച്ച് ഒരു 5-6 പ്രാവശ്യം അരിക്കുമ്പോൾ നല്ല നല്ല പൗഡർ പോലത്തെ ഈ സാധനം കിട്ടും. അതിനകത്തോട്ട് മുട്ടയുടെ വെള്ളക്കരു കുറച്ചൊഴിക്കണം. എന്നിട്ട് പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൈരില്ലേ, തൈര് കുറച്ചൊഴിക്കണം. എന്നിട്ട് അലുവേര എന്ന് പറയും, കേട്ടുണ്ടോ? അതിനകത്തുള്ള സാധനം ഒഴിക്കണം. എന്നിട്ട് അത് ഞാൻ നന്നായിട്ട് ആക്കിയിട്ട് മുഖത്തിട്ട് വെച്ചിട്ട് കുറെ നേരം മിണ്ടാതിരിക്കുക. മിണ്ടരുത്, മിണ്ടിയാ വലിഞ്ഞു പോകും. ഫേഷ്യൽ അല്ലേ ഇത്, അങ്കിളുടെ ഞാൻ ഇടുവോന്ന് ചോദിച്ചോണ്ടല്ലേ ഞാനിത് പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചുളിഞ്ഞു പോകും. ഭയങ്കര സ്ട്രോങ്ങാ. പക്ഷേ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഈ മുഖം അങ്ങോട്ട് കഴുകിയിട്ട് 2 വെള്ളരിക്ക എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കണ്ണിനകത്ത് വെച്ച് കെട്ടിയിട്ട്, കണ്ണിന്റെ മുഖത്ത് വെച്ച് കെട്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ ഉറങ്ങിയിട്ട് എണ്ണീറ്റ് കഴിഞ്ഞാൽ അടിപൊളി. മതിയോ? അതാണ് MG അണ്ണന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ പുതിയൊരു ടിപ്പ് കിട്ടിയില്ലേ ബ്യൂട്ടി പാർലറിൽ പരീക്ഷിക്കാനായിട്ട്? അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ ചെന്നിട്ട്. അടുത്ത പ്രാവശ്യം ആവണിയും എസ്തറും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. പേറ്റന്റ് റൈറ്റ് എന്റെയാണ്. ഓക്കെ ആവണി, ഏതാ പാട്ട്? സുന്ദര സ്വപ്നമേ. നീ എനിക്ക് ഏകിയ വർണ്ണച്ചിറകുകൾ വീശി. അടിച്ചങ്ങ് വീശ്. ഓക്കെ ആവണി, ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഞാൻ ദേവരാജ മാസ്റ്ററിന്റെ റൗണ്ടിൽ ഞാനിന്ന് പാടാൻ പോകുന്നത് ദാസ് സാറിൻ്റെയും ലീല മാമിൻ്റെയും സുന്ദര സ്വപ്നമേ എന്ന് പറഞ്ഞൊരു സോങ്ങാണ്. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ട്, കാരണം ഇത്രയും വലിയ പാട്ട് എടുത്ത് പാടുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. സ്വപ്നമേ
ഓളച്ചിറകുകൾ വീശി. താങ്ക് യു. ആവണി പാടി ഞങ്ങളെല്ലാരും വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോയല്ലോ. അയ്യോ എന്തോ ഒന്ന് പാടി കഴിഞ്ഞപ്പം സന്തോഷം. സന്തോഷം തോന്നുന്നു. ബാക്കി നമുക്ക് ജഡ്ജസിന് എടുത്ത് ചോദിക്കാം. ആ ആവണി, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടത്. കാരണം സുന്ദര സ്വപ്നമേ നീ എനിക്ക് ഏകിയ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം പല രാഗങ്ങളിലൂടെ പറക്കുകയാണ്. കാരണം ആ നായികയുടെ സ്വപ്നം ആഹരി രാഗം എന്ന് പറയുന്ന വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രാഗമാണ്. അതാണ് മോൾ അവസാനം പാടിയത്. അപ്പോൾ അങ്ങനെ ആഹരി രാഗത്തിൽ എൻഡ് ചെയ്ത് തിരിച്ചൊരു ബിറ്റിലൂടെ വന്ന് തിരിച്ച് വീണ്ടും സുന്ദര സ്വപ്നം, ആ സ്വപ്നം ഇങ്ങനെ ഈ ലോകം മുഴുവൻ കറങ്ങി തിരിച്ചു വന്നു. മോൾ അതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ കൊണ്ടുപോയി ആ രാഗങ്ങളിലൂടെ കറക്കി തിരിച്ചു വന്നു. 3 രാഗത്തിലുള്ള എടുക്കുമ്പോഴത്തേക്ക് ആ രാഗഭാവങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വേണം പാടാൻ. പക്ഷെ ഈ പ്രായം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും മോള് രസകരമായിട്ട് പാടി. എന്നാ ദുബായ് പോകുന്നേ? അത് എപ്പോഴെങ്കിലും ഈ വർഷം ഇരുമ്പൊക്കെ പോണമെന്നുണ്ട്. അവിടെ പോയി ഒരുപാട് ആരാധകരായിരിക്കും. അവിടെ ഒന്നും ഷോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടുത്തെ സെൻട്രൽ മോളിലും എമിറേറ്റ്സ് മോളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ ഒരു സെൽഫി എടുത്തിട്ട് അങ്ങനെ വലിയ താരമായിട്ട് മാറി. എന്താ ചെയ്യാ അല്ലേ? ഇനി എന്ത് ചെയ്യും? ഇനി ഡിഫറെന്റ് ആയിട്ട് പോവോ അല്ലേ? മുഖം എല്ലാം മൂടിയിട്ട് പോവോ? അയ്യോ അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റ് പോയി കേട്ടോ. ആരാത്? പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാണ്. അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റ് മറ്റേ ഈ പർദ്ദയുണ്ടല്ലോ, പർദ്ദയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ വലിയൊരു ഷോപ്പിംഗ് മാളിൽ ഇവിടുത്തെ അവിടെ പോയി ഇതുപോലെ ഇതെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കാർഡ് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് അതിലടിച്ചിരുന്നു റിമീറ്റോമിന്ന്. അങ്ങനെ മനസ്സിലായി. അങ്ങനൊന്നും പോകരുത് കേട്ടോ നമ്മള്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഡ്ജസ്, ആവണിയുടെ ആദ്യത്തെ പാട്ട് എയർ ചെയ്തില്ലേ? അതായത് TV-യിൽ കാണിച്ചപ്പം വീട്ടിൽ എന്തായിരുന്നു സംഭവം? വീട്ടിൽ മൊത്തം നാട്ടുകാരും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു അത് കാണാനായിട്ടും cheer ചെയ്യാനായിട്ടും അല്ലേ? എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ. ആവണീനെ TV കാണാൻ അല്ലേ? എല്ലാവർക്കും ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി MJ സാറിനോട് ചോദിക്കാം. ആവണി, അങ്കിളിന് പറയാനുള്ളത് വേറൊരു പെർസ്പെക്റ്റീവില് അങ്കിളിന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പറയട്ടെ. അതായത് നമ്മൾ ഒരു പാട്ട് സെലക്ഷനെ പറ്റിയാണ്. നമ്മൾ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന, പ്രത്യേകിച്ചും ടോപ്പ് സിംഗറിൻ്റെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന മോക്ക് എത്ര ടാലൻ്റാണ് തന്നിരിക്കുന്നത്. ആ ടാലൻറ്റിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ആലാപനങ്ങൾ കാഴ്ചവെക്കാവുന്ന പാട്ടുകൾ വേണം സെലക്ട് ചെയ്യാൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ പാട്ട് ഒരു ഗ്രേറ്റ് സോങ്. ഈ പാട്ട് ശരിക്കും പാടി ഒപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ രാഗങ്ങളൊക്കെ ഈ പാടുന്ന ആൾക്ക് ഈ രാഗങ്ങളുമായിട്ട് നല്ല പരിചയം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ തുടക്കത്തിൽ കല്യാണി, അത് കഴിഞ്ഞിട്ട് വസന്ത രാഗത്തിലോട്ട് പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കാപ്പിയിൽ പോകുന്നുണ്ട്. കാപ്പി എന്നുള്ള രാഗത്തിലാണ് ഈ ആലാപനമൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ആഹിരി രാഗത്തിലോട്ട് പോകുന്നു, തിരിച്ച് കല്യാണിയിലോട്ട് വരുന്നു. അപ്പോൾ ഇത്രയും രാഗങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരങ്ങളൊക്കെ കൃത്യമായിട്ട് അത് പഠിച്ച് അതിൻ്റേതായ രീതിയിൽ ആ രാഗങ്ങളോടുള്ള അനുരാഗത്തോടു കൂടി പാടിയാൽ മാത്രമേ ഈ പാട്ട് ആർക്കായാലും ഏറ്റവും ഗ്രേറ്റസ്റ്റ് സിംഗർ പാടിയ പോലെ അത് മനസ്സിലാക്കി പാടിയാൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ കുഞ്ഞു പ്രായത്തിൽ അത് അത്ര സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണത്. അപ്പോൾ അത്തരത്തിൽ ഒരു പാട്ട് എടുക്കുമ്പോൾ 2 പ്രാവശ്യം ചിന്തിക്കണം, ഞാൻ ഈ പാട്ട് എടുക്കണോ? കാരണം നമുക്കിവിടെ എന്താണ് വേണം, ഇതൊരു കോമ്പറ്റീഷനാണല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു രീതിയിലും നമുക്കൊരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു ചെറിയ വീഴ്ചയെങ്കിലും വരാൻ പാടില്ല. കാരണം ആവണിക്ക് അത്രയും ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള പാട്ടുകൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുക. സിമ്പിളായിട്ടുള്ള സോങ്ങാലും മതി, പക്ഷേ ബ്യൂട്ടിഫുള്ളായിട്ട് അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് എല്ലാവരുടെയും കൈയടി കിട്ടുന്നത്. നമ്മളൊക്കെ വളരെയധികം അതിനകത്തോട്ട് ഇൻവോൾവ് ആവുന്നത്. കേട്ടോ? ഗോട്ട് ഇറ്റ്? സങ്കടമായി പറഞ്ഞത്? വളരെ ഇഷ്ടത്തോടു കൂടിയാണ് പറയാം കേട്ടോ. ഒരുപാട് ഇഷ്ടം എൻ്റെ കുഞ്ഞു മകളോട് പറയുന്നവരാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആവണിക്കുട്ടി, എന്തോ എനിക്ക് കുറേ കാര്യം പറഞ്ഞു തന്നു അല്ലേ? ഇതൊരു ടോപ്പ് സിംഗറിന്റെ
മൊത്തം ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും മോളെ. ഇനി അങ്ങോട്ട് എപ്പോൾ പാട്ടെടുക്കുമ്പോഴും ഇതൊക്കെ മനസ്സിലുണ്ടാവില്ലേ? അവണി ഫസ്റ്റ് പെർഫോമൻസിന് ഈ സ്റ്റേജിൽ വന്നപ്പോൾ തന്നെ എം ജയേന്ദ്രൻ അങ്കിൾ ആദ്യം പറഞ്ഞാണ് മിടുക്കി കുട്ടിയാണല്ലോ എന്ന് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം. അപ്പോൾ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ എനിക്കും ഇതാ തോന്നിയത്. ഇന്ന് പാടിയപ്പോൾ ആവണി കഴിഞ്ഞ തവണയൊക്കെ വന്ന സമയത്ത് കിടിലം പെർഫോമൻസുകളായിരുന്നു. ഇന്ന് കുറച്ച് ശബ്ദം ഇങ്ങനെ അൺസ്റ്റഡി ആയ മാതിരി തോന്നി. അതായത് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോകുന്നു, ചില സമയത്ത് ചില നോട്ട്സിൻ്റെ മുകളിലൊരു ഗ്രിപ്പ് കിട്ടണില്ല ആവണിക്ക്, അവിടെ അത് കയ്യിൽ നിൽക്കണില്ല, പിന്നെ ബ്രീത്ത് വിട്ടു പോകുന്നു. അപ്പം ഇങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ മാതിരി ചെറിയൊരു ബ്രില്യൻസും കൂടിയാണ്, ചില ട്രിക്കുകളും കൂടി വേണം. കാരണം നമുക്ക് ഏറ്റവും നന്നായി ആ 5 മിനിറ്റിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന പാട്ടാകുമ്പോൾ ആ ഒരു ഇംപ്രഷനിലാണല്ലോ മാർക്ക് ഉണ്ടാവുക പറയുന്നത്. ജനറലി എല്ലാ കുട്ടികളും ഒരേപോലെ ടാലൻറ്റഡ് ആണ്, ഒക്കെ നല്ല മിടുക്കരാണ്. പക്ഷേ ഈ 5 മിനിറ്റ്സേ നമുക്ക് ഇവിടെ ഉള്ളൂ. ആ 5 മിനിറ്റ്സ് സൂപ്പർ ഇംപ്രസ് ചെയ്ത് പോകണം, അതല്ലേ? അപ്പം അതൊക്കെ മനസ്സിൽ വെക്കുക. നല്ല ടാലൻറ്റഡ് ആണ്, നല്ല മിടുക്കിയുമാണ് അവിടെ, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആ ബുദ്ധിയൊക്കെ ഇനി അടുത്ത പെർഫോമൻസിൽ ഉപയോഗിക്കണം. ഓൾ റൈറ്റ്, ഓൾ ദ ബെസ്റ്റ് മോളെ. ഓൾ ദ ബെസ്റ്റ് മോളെ. എന്തോ ഈ പാട്ട് ആരാ പാടിയേ? പി ലീല മാമും Yeah. യേശുദാസ് സാർ. അതെ, ലീലാമ്മ പാടിയ പാട്ട് മോള് പാടിയിരിക്കുകയാണ്. വലിയൊരു ഭാഗ്യമാണത്. എത്രയോ വർഷത്തിന് മുമ്പുള്ള പാട്ടാണിത്. അത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് മോള് പാടിയെന്നുള്ളത്. അസലായിരുന്നു. ഇനിയും പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലോണം അങ്ങ് പാടി വലിയ ആളായി വരണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് ഗ്രേഡിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ബി പോസിറ്റീവ് ആണെന്ന്, അത് തന്നെ ഗ്രേഡ് B+. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് B+. താങ്ക് യു. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പാടി. അവനി, എന്തോ ജഡ്ജസ് പറഞ്ഞ കാര്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് അടുത്ത റൗണ്ടിൽ നന്നായി, ഇതിലും നന്നായി പെർഫോം ചെയ്യാം കേട്ടോ. താങ്ക് യു. ഇനി അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സൂര്യ മഹാദേവൻ. ഹായ് സൂര്യൻ, വെൽക്കം ബാക്ക്. യെസ്, താങ്ക് യു. എന്താണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ദേവരാജ മാസ്റ്റർ റൗണ്ടിൽ ഞാൻ 1000 പാദസരങ്ങൾ എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. സൂര്യ കഴിഞ്ഞ എല്ലാ റൗണ്ടിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ആളാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു ക്ലാസിക് സോങ്ങുമായിട്ട് വരുമ്പം വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നല്ലോണം പ്രാർത്ഥിച്ച് പാടിക്കോളൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ ജഡ്ജസ് പറഞ്ഞ കേട്ടില്ലേ, നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ദേവരാജ മാസ്റ്റർ റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് നദി എന്ന ഫിലിമിലെ 1000 പാദസരങ്ങൾ എന്ന പാട്ടാണ്. എൻ്റെ അമ്മുമ്മയാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. എൻ്റെ അമ്മുമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഗ്രൂമിങ് സെക്ഷനിൽ കുറച്ചും കൂടി ഫീല് കൊടുത്ത് പാടാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ സംഗതിയൊക്കെ കുറച്ചും കൂടി ക്ലിയറായി പാടാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മാക്സിമം ഫീല് കൊടുത്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ഫീൽ കൊടുത്ത് പാടും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, സുഖം. പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി 1000 പാദസരങ്ങൾ കിടുങ്ങി ആലുവാപ്പു
ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിരുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. സൂര്യമഹാദേവൻ പാടിക്കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? കുഴപ്പമില്ലായിരുന്നു. സിത്താര ചേച്ചി ബിഗിനിങ്ങിൽ പറഞ്ഞു സൂര്യൻ ഏത് പെർഫോമൻസിന് വരുമ്പോഴും എല്ലാ പെർഫോമൻസും ഒന്നിനൊന്ന് നല്ലതാണ്. അപ്പം എന്താ പറയുക, ജഡ്ജസിന്റെയും പ്രേക്ഷകരുടെയും ഒക്കെ എക്സ്പെക്ടേഷൻസ് ഒരുപാട് മുകളിലാണ്. സോ ജഡ്ജസ് എങ്ങനെയുണ്ടായിരുന്നു സൂര്യന്റെ പെർഫോമൻസ്? സൂര്യ അസലായിട്ട് പാടി. വലിയ പാട്ടാണിത് അല്ലേ? ഒരു എല്ലാ അർത്ഥത്തിലും വലിപ്പമുള്ളൊരു പാട്ടാണ്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിലുള്ളൊരു പാട്ട്. സൂര്യൻ്റെ പ്രായത്തിന് സത്യത്തിൽ ഇത് എത്രമാത്രം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു പാട്ടുകളൊക്കെ നിങ്ങൾ പാടുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർ പാടുമ്പോഴും തോന്നുന്നത് ഒരു എനർജി ഉണ്ടല്ലോ ഓരോ കുട്ടികളുടെ ഉള്ളിലും. അതിന് ശരിക്കും റെസ്പെക്റ്റ് ചെയ്യാണ്. വെരി നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു സൂര്യൻ പാടിയത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ മാരത്തെ ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് തോന്നി. ഒരു മിസ്റ്റേക്ക് എന്നല്ല അതിന് പറയേണ്ടത്, ഇത്തിരി കൂടി വേണമെങ്കിൽ സൂര്യന് കുറച്ചും കൂടി ഭംഗിയാക്കാം എന്നുള്ള ഇടങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ വളരെ ഒരു ക്ലാസി പെർഫോമൻസ് ആയിരുന്നു. സൂര്യ നല്ല പാട്ട്, നന്നായിട്ട് പാടി കേട്ടോ, ഇഷ്ടപ്പെട്ടു. പിന്നെ മോൻ്റെ ഏതാ ഫേവറേറ്റ് കളറ്? ബ്ലൂ ആൻഡ് വൈറ്റ്. വൈറ്റ് ആൻഡ് ബ്ലൂ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അത് ബ്ലൂ അല്ലല്ലോ, അത് ചാര നിറമല്ലേ? ചാര നിറമാണ്. വൈറ്റ് ഉണ്ട്. പാന്റ് വെള്ളയും മേളിലുള്ള ഇവിടെ ഒരു ബ്ലൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാച്ച് ചെയ്ത് പോവാം. കളറൊന്നും വലിയ പെടുത്തൂലല്ലേ എന്റെ പിള്ളേര്? അത് ശരിയല്ല ഇത് ശരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടു മോന് വെണ്ടയ്ക്കൊക്കെ അരിയാൻ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ, സാധാരണ നമ്മളൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ കടകടന്ന് വെണ്ടയ്ക്ക അരിയുന്നത്, അതുപോലെ അരിയാൻ അറിയോ? ഇല്ല, അതുപോലെ ഇല്ല. എന്നാലും അറിയോ? അറിയാം. അതൊക്കെ അല്ല, നല്ല സ്പീഡിൽ അരിയുന്ന കേട്ട്. ഇല്ല, സ്പീഡിലായിരുന്നു. ഇല്ല. విశ్వనాయక రాజ్య పాలక వేల వేల కోట్ల అగ్ని పర్వతాల కలయిక. അപ്പൊ നാളെ വീട്ടിലോട്ടൊന്ന് വരുമോ? മറ്റന്നാൾ ഒരു സദ്യ ഉണ്ട്. വരുമോ? ഒന്ന് വെണ്ടയ്ക്ക അരിഞ്ഞു തരുമോ? വരാന്ന് പറഞ്ഞാൽ വരണം. ഓക്കെ,
3 വട്ടം എന്തോ പിന്നെ ദുബായില് മ്യൂസിക്കിന്റെ എന്തോ ടോപ്പ് സിംഗർ ആയിട്ട് വന്നതാണ്. കലാപ്രതിഭയായിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ ദുബായില്. ദുബായിൽ. അന്ന് ഏത് പാട്ടാ പാടിയേ? ക്ലാസിക്കലൊക്കെ ആയിരുന്നു. ഏതായിരുന്നു? ക്ലാസിക്കൽ തോടി രാഗത്തില്. ഓ നാനോ റിന്നാനോ ശിഷ്യ കേട്ടുള്ളൂ. ആ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ആ തോടി രാഗത്തിൽ ഏത് കീർത്തനോ പാടിയേ? എമി ജേസിദേ. ഒരു 2 വരി കൂടി. എമി ജേസിദേ മേമി ശ്രീരാമ എമി ജേസിദേ മേമി ശ്രീരാമ സ്വാമി കരുണ ആയ മാരില്ല ലോയമി ജേസിദേ മേമി ശ്രീരാമ സ്വാമി കരുണ ആയ. സവാഷ് 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 സവാഷ്. ഈ തോടി രാഗമൊക്കെ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം മോനെ. കാരണം ശരിക്ക് കുറെ പ്രായമായ കുറച്ച് ഒരു 10-30 വയസ്സായവർക്ക് വരെ നന്നായിട്ട് പഠിച്ചവർക്ക് വരെ തോടി പാടാൻ പേടിയാ. തോടിയെ പേടിയാണ് പാടാൻ. അപ്പൊ മോൻ ഇങ്ങനെ പുല്ലുപോലെ പാടിക്കൊണ്ട് പോവാ. നന്നായി. ഷാപ്പിന്റെ മുമ്പിലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഏതാ ഈ ഷാപ്പിന്റെ മുമ്പിൽ തോടി രാഗം? അതാ അത് തോടിയാണ് അണ്ണാ. എന്റെ ശിഷ്യ എന്റെ ശിഷ്യൻ ഇങ്ങനെ വഴിവിഴച്ച് പോയല്ലോ. ശിഷ്യ ഞാൻ പഠിപ്പിക്കാം. തോടി രാഗമാണ്, മറ്റേ തോടിയല്ല. നോട്ട് തോടി രാഗം. മോനെ അസലായിട്ട് പാടി. പിന്നെ ഇതിനകത്ത് പാടിയതിനകത്ത് ഒരു ടോട്ടാലിറ്റി വരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വന്നിട്ടില്ല. പക്ഷെ നന്നായിട്ട് പാടി. ഗ്രേറ്റ്. അതിനേക്കാട്ടിലൊരു വലിയ കൈഡി കൊടുക്കേണ്ടത് നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക്. 1000 പാസരം പാടി, എമി ജേസിദേ പാടി. ഇതെല്ലാം പാടിയപ്പോൾ ഒരു കാര്യമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എന്തെന്നറിയാം, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒന്ന് തുടങ്ങിക്കേ, എമി ജേസിദേ ഒന്ന് തുടങ്ങിക്കേ. ആ കൈ കണ്ടോ ഇങ്ങനെ? അതായത് ആ രാഗം പാടുന്നത് എന്നൊക്കെ ക്ലാസിക്കൽ കച്ചേരികളൊക്കെ വലിയ വിദ്വാൻമാർ പാടുമ്പോഴത്തേക്കും അവരത് ഭയങ്കര ഗഹനമായിട്ട്. അതിനകത്ത് കുട്ട ഒരു സംഭവമുണ്ട്. മോനെ പഠിപ്പിക്കുന്ന വല്ല ആരാ പഠിപ്പിക്കുന്നേ? പാർവതിപുരം H. പത്മനാഭ അയ്യർ സാറും സജീവ് സാറും. കാരണം അവരൊക്കെ പാടുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ആക്ഷൻ. അതെ. അപ്പൊ 1000 പാസനം വന്നപ്പോഴും 1000 അങ്ങനെ വന്ന് അത് നോക്കൂ. ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി. അപ്പോ മോൻ പാട് ഒരിക്കൽ കൂടി എന്ന് സസ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഓർക്കസ്ട്ര എന്താണ് വായിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് പാടേണ്ടത്, എത്ര നീട്ടണം, എത്ര കുറുക്കണം, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. അപ്പൊ ഇത് ചിന്തിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയത്തെ പാട്ടുകൾ പാടുമ്പോൾ അതുപോലെ നമ്മൾ എത്ര നീട്ടണം, എവിടെ ശ്വാസം എടുക്കണം, ഇതെല്ലാം വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങളാണ് കേട്ടോ. അതെല്ലാം ഉണ്ട് കയ്യിൽ, ഇതെല്ലാം ഉണ്ട്. ആ ഉരുപ്പിടികൾ നമ്മുടെ ക്ലാസിക്കലുള്ള ആൾക്കാരൊക്കെ പറയും, ഒരുപാട് ഉരുപ്പിടികൾ കയ്യിലുണ്ട് എന്ന് പറയും. സംഗതിയും ഭാവവും എല്ലാം ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ചേർന്ന് വരണമെങ്കിൽ, അത് സമ്മേളിക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഈ രീതിയിൽ ചിന്തിക്കണം. ഓക്കെ, നന്നായിട്ട് പാടും. അല്ല, നിങ്ങളൊക്കെ വളരെ ആധികാരികമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നെ ഇടപെടണ്ട. ഞാൻ ഇടപെട്ടാൽ അത് കുഴപ്പവും എന്ന രീതിയിലാണ് ഞാൻ ഇടപെടാണ്ടിരുന്നത്. മോനെ വളരെ നന്നായിട്ടുണ്ട്, വളരെ വളരെ. കാരണം നമ്മളെ ആനന്ദിപ്പിക്കുക. ഞാൻ വല്ലാതെ ആ പാട്ടിൽ ലയിച്ചു പോയി. പിന്നെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉള്ള അവർ പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഇനി അടുത്തൊരു ചടങ്ങ് ഗ്രേഡാണ്. എന്താ അങ്ങോട്ട് പോവല്ലേ? എന്താ വേണ്ടേ? ഒരു കൊടുക്കാമോ?
കൊടുക്കാം എന്നാൽ ഈ കൊടുക്കാം. Congratulations, you are awarded A grade. മോനെ ഒരു സംഭവം കേട്ടല്ലോ, മോന്റെ വാച്ച് ആരണ്ട് സ്കൂളിൽ തല്ലി പൊട്ടിച്ചെന്നു. അതൊക്കെ അതെ. അതെന്തിനാ കൈ വെച്ചു കൊടുത്ത് വാച്ച് തല്ലി പൊട്ടിക്കാൻ? ഈ വാച്ച് പൊട്ടിച്ച മോന് ദേഷ്യം വന്നിട്ട് അവനെ അടിച്ചായിരുന്നു. ഇല്ല, എന്നിട്ട് ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞു. ടീച്ചറിന്റെ അടുത്തോ? അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? ടീച്ചർ വഴക്ക് പറഞ്ഞു ആരെ? കുട്ടിയെ. ആ കുട്ടിയെ. എന്നിട്ട് വല്ലതും നേടിയോ? ഇല്ല, വാച്ച് പൊട്ടിപ്പോയി. കുട്ടി. ഒരിക്കലും കുട്ടി മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. കാരണം ഒരു എന്താണ് പറയുന്നത്, സൂര്യ മഹാദേവനെ പോലുള്ള തോടി പാടുന്നൊരു ഒരു വ്യക്തിക്ക്, അതായത് എന്നുള്ളൊരു വ്യക്തിക്ക് കുറെ വാച്ചുകൾ നൽകാൻ ഞാൻ അങ്ങോട്ട് വരുന്നു വരുന്നു വരുന്നു. ഗംഭീര സംഭവം. സൂര്യ മഹാദേവന്, നമ്മുടെ പ്രിയപ്പെട്ട തോടി മഹാദേവന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലാഘവം, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. സോറി. തോടി മഹാദേവന് കുറേ വാച്ച്. ഒരു വാച്ച് ഈ ടോറി നഷ്ടപ്പെട്ടപ്പോ- ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ടോറി ഇഷ്ടപ്പെടാനുള്ള കാരണം വേണമല്ലോ. ശിഷ്യ, ഞാൻ അവിടെ വന്ന് ചെവിയിൽ ഓതിത്തരാം. ഓക്കെ, അത് മതി. എപ്പോഴായാലും ഓതിയാ മതി. ഞാൻ ചെവിയിലോട്ട് പറഞ്ഞു തരാം തോടി എന്തുകൊണ്ടാ ഇഷ്ടമെന്ന്. അത് മതിയോ ശിഷ്യ? മതി മതി മതിയല്ലോ. മതി, മതി. ഇവിടെ തന്നെ എന്ന് പറയണോ? വേണ്ട, വേണമെന്നില്ല. അയ്യോ, വേണ്ട, വേണ്ട. ഓക്കെ. സൂര്യൻ ഒരു വാച്ചല്ലേ പോയത്, ഇപ്പൊ പകരം 3 വാച്ച് കിട്ടിയിരിക്കുക. ഓക്കെ, സോറി, 4 വാച്ച് കിട്ടിയിരിക്കുക. ചോട്ടാ ഭീം, ആംഗ്രി ബേർഡ്. എനിക്ക് വയ്യ. ഇനി ആരോടും വഴക്കൊന്നും കൂടണ്ട കേട്ടോ, വാച്ച് ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇല്ലല്ലോ? ഹാപ്പി ആയില്ലേ? Happy. ഇനി നമ്മൾ എപ്പോ കാണും പെർഫോമൻസ്? അടുത്ത താങ്ക് യു. ആകാശപ്പാലക്കൊമ്പത്തു ഞാനിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ.